തിരുവല്ലത്ത് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സഹായം ലഭിച്ചെന്ന് കണ്ടെത്തൽ. പ്രതികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയ കടയ്ക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഒളിവിൽ പോയ പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം ആരംഭിച്ചു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഈ പോലീസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സഹായം കിട്ടിയ സാഹചര്യം എന്തായിരുന്നു? വേണു, ഈ കടക്കലിലെ സഹോദരന്റെ ഭാര്യ വീട്ടിലായിരുന്നു ഈ പ്രതി ഏറ്റവും ഒടുവിൽ താമസിച്ചിരുന്നാണ് പോലീസ് നിഗമനം. ഈ വീട്ടിൽ പോലീസ് തിരുവല്ലം സിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും കാറും ഉൾപ്പെടെ പിടിച്ചെടുത്തിരുന്നു. പക്ഷേ പോലീസ് എത്തുന്നതിന് മുമ്പ് കൃത്യമായി പ്രതികൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഒരു രക്ഷപ്പെടലിന് പിന്നിൽ കൃത്യമായി അവിടെയുള്ള സോഴ്സുകളിൽ നിന്നുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തന്നെ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് തിരുവല്ലം SHO ഇപ്പോൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രതിയെ പോലീസിന് പിടിക്കാൻ കഴിയുന്നില്ലെന്ന വ്യാപക ആരോപണം ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് പോലീസിന് ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ പ്രതി ചോർത്തി നൽകി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ആഭ്യന്തര അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതി നൌഫലിനെയും ഒപ്പം ഭർത്തൃമാതാവിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇവരെ പിടികൂടുന്നതിനായി അന്യ സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ തമിഴ്നാട്ടിലെ പ്രതികൾ നിലവിൽ കടന്നതായാണ് പോലീസിന്റെ ഏറ്റവും ഒടുവിൽ അനുമാനം. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തിരുവല്ലം പോലീസിന്റെ തീരുമാനം. ഒപ്പം ഇന്ന് മഹിളാ കോൺഗ്രസ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തുന്നുണ്ട്. പോലീസ് ഒത്താശ ചെയ്യുകയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാർച്ചും അല്പസമയം തിരുവല്ലം സ്റ്റേഷനിലേക്ക് ആരംഭിക്കും. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം നടക്കുന്നു. അതിനിടയിൽ പോലീസിനുള്ളിൽ തന്നെ വിവരങ്ങൾ ചോരുന്നു. വിവിധ സംഘടനകൾ പ്രതിഷേധമായി എത്തുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നൌഫലും ഒപ്പം ഭർത്തൃമാതാവും നൌഫലിന്റെ മാതാവും നിലവിൽ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അന്വേഷണം ഒരു വഴിമുട്ടി എന്ന് പറയാം എന്ന സാഹചര്യം കൂടിയാണ്. കാരണം മറ്റ് തെളിവുകളിലേക്കോ മറ്റാളുകളിലേക്കോ എത്തുന്നതിന് പോലീസിന് സാധിക്കുന്നില്ല. ശാസ്ത്രീയ പരിശോധന, ഫോണിന്റെ ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധന ഫലം വരുന്നതുവരെ പോലീസിന് ഇത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വരും. ഇത് ലഭിക്കുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭ്യമായി പെട്ടെന്ന് പ്രതികൾക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കാമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വേണു, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.